ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ജീവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരണം, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും നീ ആലോചനയോട് പ്രവർത്തിക്കുക. ബലിരൂപി എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. ഭൈരവൻ വൈദ്യയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അച്ഛാ, നമ്മൾ തമിഴ്മാരോടൊന്ന് റെഡിയായിരിക്കാൻ പറഞ്ഞേക്ക്. ആർക്ക് പുതിയ ഇരയെ കിട്ടാനായി ഒന്ന് ഓർപ്പിച്ചേക്ക്. വൈദ്യയെ ചിരിയോടെ പറഞ്ഞപ്പോൾ ഭൈരവനൊന്ന് ക്രൂരമായി പുഞ്ചിരിച്ചു. ഞാൻ ഇന്ന് തന്നെ ആ പാണ്ഡിരാജനെ വിളിച്ച് വിവരം പറയാൻ മോളെ. ഭൈരവൻ അപ്പോൾ തന്നെ പാണ്ഡിരാജനെ വിളിച്ച് ഒരു ദൗത്യത്തിനായി ഒരുങ്ങിയിരുന്നുള്ളാൻ ഓർമ്മിപ്പിച്ചു. പാലക്കാട് ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന പണത്തിന് വേണ്ടി കൊല്ലും കൊലയൊക്കെ ഒരു അറപ്പും വെറുപ്പില്ലാതെ ചെയ്തിരുന്ന 5 പേരുടെ ഒരു സംഘമാണ് വൈദ്യയെ നേരത്തെ പറഞ്ഞ തമിഴന്മാരുടെ കൊട്ടേഷൻ സംഘം. അവരാണ് വൈദ്യയും ഭൈരവനെ എന്താവശ്യമുണ്ടെങ്കിലും പലപ്പോഴും സഹായിക്കാറ്. പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും, എന്തും. ഇഷ്ടംപോലെ കൊലപാതകവും മോഷണവും ബാക്കിയെല്ലാ പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അവരുടെ പേരിൽ ഒരു കേസ് പോലും ഇല്ല. സാധാരണ അവർക്കെതിരെ ആരും സാക്ഷി പറയാറില്ല. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് തെളിവും ഉണ്ടാവാറില്ല. ഇനി എന്തെങ്കിലും കിട്ടിയാൽ തന്നെ പോലീസുകാർക്ക് അവരുടെ ഇടയിലേക്ക് ചെന്ന് അവർ ഉപദ്രവിക്കാനും സാധിക്കില്ല. ഉപദ്രവിച്ചാൽ ആ പോലീസുകാരുടെ കുടുംബത്തെ തന്നെ അവർ അടിവേരോടെ പിഴുതുകളയും. അത്രയ്ക്ക് അപകടകാരികളാണ് അവർ. പാണ്ഡിരാജനാണ് സംഘത്തലവൻ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൈരവൻ പറയുന്നില്ല, അവർ അപ്പോൾ തന്നെ അനുസരിക്കും. അതിനനുസരിച്ച് കൂലി ഭൈരവൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. മുമ്പ് പലപ്പോഴും ബലിയെടുത്ത സ്ത്രീകളെ ആരും അന്വേഷിക്കാതിരിക്കാൻ പറമ്പിൽ വന്ന് പണിക്കരോടെ പൊളിച്ചോടിപ്പോയെന്നൊക്കെ കഥകൾ അച്ഛനും മകളും കൂടെ ഉണ്ടാക്കി വിടാറുണ്ട്. അങ്ങനെ കൂടെ പോയെന്ന് പറഞ്ഞു വരുത്തുന്ന പണിക്കാരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പണം കൊടുത്തോ എങ്ങനെയും പാലക്കാട് എത്തിക്കും. പിന്നെയൊക്കെ പാണ്ഡിരാജന് കൂട്ടിൽ നോക്കിക്കോളും. ഒന്നും നോക്കാതെ അവർ കെട്ടിത്തൂക്കി കളയും. നാട്ടിലാണെങ്കിൽ ആ സ്ത്രീ അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് പേര് വരും. ആ സ്ത്രീയെ ബലിയും കൊടുക്കാം. ആരും അറിയാത്ത സ്ഥലത്ത് ഒളിച്ചോടിപ്പോയെന്ന പേര് വന്നവനെ കൊന്നിടുകയും ചെയ്യാം. ആരും ഒന്നും അറിയില്ല. സ്വസ്ഥം, ശാന്തം. ഒളിച്ചോടിപ്പോയെന്ന് കരുതി ബന്ധുക്കൾ ആരും അവരെ അന്വേഷിക്കുകയുമില്ല. ഇതൊക്കെയാണ് ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഇത് തന്നെയായിരിക്കും. ഇതുവരെ ഒരു പാളിച്ച എവിടെയും പറ്റിയിട്ടില്ല, ഇനിയൊട്ടും പറ്റാനും പോകുന്നില്ല. അല്ലെങ്കിലും ബലിരൂപി കൂടെയുള്ളപ്പോൾ എന്തിനു ഭയക്കണം? വൈദ്യയെ അഹങ്കാരത്തോടെ പറഞ്ഞു. ഉറക്കമുണർന്നിട്ട് മുറിയിൽ വെറുതെ കിടക്കുകയായിരുന്നു ജീവൻ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനോ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ പോലും അവന് തോന്നിയില്ല. ആകെ മൊത്തം പ്രശ്നമാണ്. ഫൈനാൻസിൽ നിന്ന് ഒരുവിധ ഇൻവെസ്റ്റേഴ്സ് പൈസ പിൻവലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. മറ്റ് ഇൻവെസ്റ്റേഴ്സും പൈസ ചോദിച്ച് ബഹളമുണ്ടാക്കുന്നുണ്ട്. അവരോട് ഡേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എങ്ങനെ പൈസ കൊടുത്ത് തീർക്കുമെന്ന് ഇപ്പോഴും അറിയില്ല. ആദ്യം പിൻവലിച്ചവർക്ക് തന്നെ നാട്ടുകാരുടെ കുറി പൈസ എടുത്ത് മറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറിയാണെങ്കിൽ വട്ടമെത്താനായിട്ടുണ്ട്. വട്ടമെത്തുന്ന സമയത്ത് നാട്ടുകാരുടെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പണിയും പാളി കിട്ടും. പിന്നെ വല്ല ആത്മഹത്യ ചെയ്യുകയെ നിർത്തിയുള്ളൂ. വീട് വിറ്റ് പൈസ കുറച്ച് ബാക്കിയുള്ളതുണ്ടായിരുന്ന ചിലവൊക്കെ നടത്തിപ്പോന്നിരുന്നു. ഇപ്പൊ അതും കഴിഞ്ഞു. അമ്മയ്ക്ക് അപ്പോൾ മുറിവുറുപ്പും തുടങ്ങി. ആകെ ഉണ്ടായിരുന്ന ആശ്രയം വൈദ്യയായിരുന്നു. അവളാണെങ്കിൽ ഇപ്പോഴും എപ്പോഴും തിരക്കിലാണ്. വിളിച്ചാലൊന്നും കോൾ എടുക്കില്ല. അങ്ങോട്ടാണെങ്കിൽ എപ്പോഴും കയറി ചെല്ലാനും പറ്റില്ല. മേഘയുടെ അമ്മായി അമ്മയ്ക്ക് എന്തോ അപകടം പറ്റിയാൽ പിന്നെ അവിടെ എപ്പോഴും ആൾക്കാരാണ്. ഒന്നുകൂടി അവളെ വിളിച്ചു നോക്കാന്ന് കരുതി അവൻ ഫോൺ എടുത്തു. പുറത്ത് നല്ല ഒച്ചയും ബഹളവും. അവൻ ഫോൺ അതുപോലെ തന്നെ അവിടെ എടുത്തു വെച്ചു. അമ്മയും അച്ഛനും തല്ലുകൂടുന്നതാണ്. അച്ഛനോട് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ അമ്മ പൈസ ചോദിക്കുന്നതാണ്. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പൈസയിൽ പകുതിയും കള്ളുകൂടി ചേർക്കും, പകുതി അമ്മയുടെ കയ്യിൽ കൊടുക്കും. പോരാതെയാകുമ്പോൾ അമ്മ കിടന്ന് ബഹളം വയ്ക്കും. രണ്ടാളുടെയും ശബ്ദം വല്ലാതെ ഉയർന്നു തുടങ്ങിയപ്പോൾ അസ്വസ്ഥതയോടെ ജീവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ? ജീവൻ പറയുന്നേട്ടപ്പോൾ രാഘവനും നടങ്ങി. പക്ഷെ അമ്മ അടങ്ങിയില്ല. സുമതി ഒന്നുകൂടെ തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു. അത് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് അവൻ അറിയാം. പിന്നെയും ശബ്ദം കൂടി വന്നപ്പോൾ ജീവൻ ദേഷ്യം കൊണ്ട് ടിവിയുടെ മേലുണ്ടായിരുന്ന ചെറിയ ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. അതോടുകൂടി രണ്ടുപേരും നിശബ്ദരായി. രാഘവൻ ഒന്നും സംഭവിക്കാത്ത പോലെ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ആദ്യത്തെ പകപ്പൊന്ന് മാറിയപ്പോൾ സുമതി ജീവന്റെ നേർക്ക് ചാടിത്തുള്ളി വന്നു. എന്താണ് നീ കാണിച്ച്? ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ നീ വാങ്ങിയതല്ല, അങ്ങേര് കഷ്ടപ്പെട്ട് വാങ്ങിയതാ. 10 പൈസക്ക് ഗുണമില്ലാത്തവൻ, കുടുംബത്തിനൊരു ഉപകാരമില്ല, എന്നാലും ഉള്ളതൊക്കെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. തന്നെ ഗുണമില്ലാത്തവനെന്ന് സുമതി വിളിച്ചു കേട്ടപ്പോൾ ജീവൻ അടിമുടി എരിഞ്ഞു കയറി. ആരാതള്ളെ കുടുംബത്തിന് ഗുണമില്ലാത്തവൻ? ഞാനല്ലേ ഇത്രയും കാലം നിങ്ങളെയും വീടൊക്കെ നോക്കിയിരുന്നു. എന്നിട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് തട്ടുകേട് വന്നപ്പോ നിങ്ങൾ എന്റെ നേരെ തിരിയുന്നോ? നീ പോടാ അവിടുന്ന്. എന്നിട്ട് നീ നോക്കിയ കുടുംബം ഇപ്പൊ എവിടെയാടാ? നിന്റെ പിടിപ്പ് ഗുണം വിറ്റ് തുളച്ചില്ലേ? എന്റെ ഈശ്വര, ആ വീടിന്റെ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴെന്നെ നെഞ്ചു പൊട്ടും. സുമതി ഒരു പൊലിമയ്ക്ക് വേണ്ടി തന്നെ നെഞ്ചിലായി 2 ഇടിയും കൂടി ഇടിച്ചു. പിടിപ്പ് കേടുകൊണ്ട് വിറ്റെങ്കിലേ അതിന്റെ അപ്പുറം ഞാൻ വേറെടുക്കും, നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് ഒരൊറ്റെണ്ണത്തിന് ഞാൻ അതിന്റെ 7 ആഴത്തേക്ക് അടുപ്പിക്കില്ല. തന്തയും തള്ളയും നിങ്ങളുടെ പുന്നാരമോളൊക്കെ എന്റെ പുതിയ വീട്ടിലേക്ക് കയറാമെന്ന് കൊതിക്കും. ഒരൊറ്റെണ്ണ ആ പരിസരത്തേക്ക് പോലും വന്നേക്കരുത്. പുതിയ വീടെടുത്താൽ തങ്ങളെ ആരെയും കയറ്റില്ലെന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുമതിക്ക് അത് കൊണ്ടു. നീ പോടാ അവിടുന്ന്. നീ നിന്റെ ഒരു വീടും ഒരു കാലത്ത് നീ ഗതി പിടിക്കാൻ പോകുന്നില്ലടാ. ആ മേഘപ്പെണ്ണിനെ കളഞ്ഞപ്പോ തന്നെ നമ്മുടെ കഷ്ടാരം തുടങ്ങി. നിന്റെ ഒറ്റൊരുത്തന്റെ അഹങ്കാര ഇപ്പോൾ വന്ന് കിടക്കേണ്ടി വന്ന്. മര്യാദക്ക് ആ പെണ്ണിനെ ആദ്യം കല്യാണം കഴിച്ചിരുന്ന ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. എന്തെങ്കിലും ആപത്ത് വന്നാൽ തന്നെ എന്റെ ആങ്ങളെയും പെണ്ണ് താങ്ങായി നിന്നേനെ. ഇതിപ്പോ അവരെയും വെറുപ്പിച്ച് എല്ലാവരെയും വെറുപ്പിച്ചു. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിനെയും പറപ്പിച്ചു. സുമതി പറഞ്ഞു കേട്ടപ്പോൾ ജീവന നിമിഷം മെഴിച്ചെന്ന് പോയി. ആ ഉണിയോട് പോരെടുക്കാൻ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന സുമതിയാണ്. എല്ലാറ്റിനും കൂടെ നിന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ,
ജീവന് സഹിക്കാവുന്നില്ല അപ്പുറമായിരുന്നത്. ദേഷ്യം കൊണ്ട് വിറഞ്ഞേറിയവൻ സുമതിയെ പിടിച്ച് പിന്നിലേക്ക് ഒരു തള്ളി. ശാരീരിക അവശതകൾ കൊണ്ടും ഭക്ഷണ പോരായ്മകൾ കൊണ്ടും ഇപ്പോൾ കരഞ്ഞതിന്റെയും ബഹളം വെച്ചിന്റെയും ഒക്കെ തളർച്ചയിലായിരുന്നു സുമതി. അതുകൊണ്ട് ജീവന്റെ പെട്ടെന്നുള്ള ആ തട്ടിൽ പിന്നിലേക്ക് മറിഞ്ഞ് തട്ടി വീണു. പിന്നിൽ കിടന്നിരുന്ന ഒരു കസേരയിൽ പിടുത്തം കിട്ടിയെങ്കിലും ടേബിളിന്റെ മൂലയിൽ അവരുടെ തലയിടിച്ചു. സുമതി തന്റെ തലയിലൊന്ന് തടവി നോക്കി. പൊട്ടിയിട്ടില്ല, പക്ഷെ തല നന്നായി വേദനിക്കുന്നുണ്ട്. അമ്മ വീണ് കിടക്കുന്ന കണ്ടിട്ടും ജീവൻ കൂസില്ലാതെ അവർ തന്നെ നോക്കി നിന്നു. സുമതിയുടെ വലിയ വായുള്ള കരച്ചിലും ബഹളം കേട്ടപ്പോൾ രാഘവൻ അകത്തുനിന്ന് ഓടി വന്ന് സുമതിയെ പൊക്കി എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ കണ്ടോ മനുഷ്യ, അവനെന്നെ പിടിച്ച് തള്ളി താഴെയിട്ടു. രാഘവൻ ജീവനെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ജീവന്റെ മുഖവും ഭാവമൊക്കെ കണ്ടപ്പോൾ അയാളൊന്നും ഭയന്നു. മകൻ തന്റെ മേലും കൈവെക്കാൻ മടിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കരുതെന്ന്. അത് കേട്ടപ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീവൻ വീണ്ടും സുമതിയുടെയും രാഘവന്റെയും നേരെ ചെന്നു. ദേ, വല്ലാണ്ട് വായിട്ട് അടച്ച അതിന്റെ അപ്പനെന്റെ കയ്യിൽ നിന്ന് കിട്ടും. തള്ളയും തന്തയും നോക്കിയും കണ്ടതിനോട് വർത്താനം പറഞ്ഞാൽ മതി, കേട്ടല്ലോ. സുമതിക്ക് അവനോട് തിരിച്ച് മറുപടി അറിയുന്നുണ്ടായിരുന്നെങ്കിലും അവൻ ഇനി എന്തെങ്കിലും തന്നെ ചെയ്തു പോയേക്കും എന്നുള്ള ഭയം കൊണ്ട് അവർ മിണ്ടാതെ നിന്നു. ഇടയ്ക്കിടാവും വാത്തോരാ ചീത്തയൊക്കെ പറയാറുണ്ടെങ്കിലും മേല് കൈവെക്കുന്ന ആദ്യമായിട്ടാണ്. രാഘവനെയും സുമതിയെ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ചുകൊണ്ട് ജീവൻ മുറിയിലേക്ക് പോയി. അവരുടെ നെഞ്ച് ഒന്നുകൂടി ഇടിക്കാൻ പാകത്തിന് മുറിയുടെ വാതിൽ ശക്തമായി അവൻ വലിച്ചടക്കുകയും ചെയ്തു. അതിന്റെ ശബ്ദം കൊണ്ട് രണ്ടാളൊന്ന് കിടുങ്ങിപ്പോവുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുമതിയെ രാഘവൻ അലിവോടെ നോക്കി. എത്രയായാലും അവന്റെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ജിനിയേക്കാൾ ഒരുപടി കൂടുതൽ ജീവനോടാണ് സുമതിക്ക് ഇഷ്ടമെന്ന് രാഘവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജിനിയും അത് പറയാറുണ്ട്, എന്നേക്കാളും അമ്മയ്ക്ക് ഇഷ്ടം ചേട്ടനാണെന്ന്. രാഘവനെ എന്തു പറഞ്ഞ് സുമതിയെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെയായി. എന്റെ സുമതി, നിനക്ക് എന്തെങ്കിലും ചൊരുക്കുണ്ടെങ്കിൽ എന്റെ നേരെ തീർത്തൂടെ? നീ എന്തിനാ വെറുതെ അവന്റെ മെക്കിട്ട് കയറാൻ പോകുന്നത്? ഇപ്പൊ കണ്ടില്ലേ, ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ? രാഘവന്റെ ചോദ്യത്തിന് സുമതിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഉള്ളു വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. വെറും നിലത്ത് അവർ തലക്ക് കൈയും കൊടുത്ത് പടിഞ്ഞിരുന്നു. ജീവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊന്നുപോലെ വളർത്തിയതാണ് അവനെ. എന്ത് കാര്യത്തിനും കൂട്ടുനിൽക്കും. ഗൾഫിൽ പോയി 10 കാശുണ്ടായി കഴിഞ്ഞപ്പോൾ അവന് മേഘയെ വേണ്ടെന്ന് പറഞ്ഞു. അമ്മുവിനെയും അപ്പുവിനെയും തനിക്ക് കണ്ണിനേരെ കണ്ടുകൂടെങ്കിലും മേഘയെ തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരു പഞ്ചപാവമായിരുന്നു അവൾ. പക്ഷേ ജീവന് പണക്കാരിയായ ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മേഘയെ മനഃപൂർവ്വം അങ്ങ് മറന്നു കളഞ്ഞു. പണമുണ്ടായപ്പോൾ തനിക്കും കുറേയേറെ അഹങ്കാരം വന്നു. മേഘയെ ഒരു ധൈര്യമില്ലാതെ തഴയുകയും ചെയ്തു. എന്നിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണെങ്കിൽ പരമാവധി ദ്രോഹിക്കുകയും ചെയ്തു. അവന് വീട്ടിൽ നിന്ന് പോകുവോളം ഒരു സ്വസ്ഥത അവൾക്ക് കൊടുത്തിട്ടില്ല. പാപിയാണ് താൻ, മഹാപാപി. ആവണിയുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞിനെ പോലും കൊല്ലാൻ കൂട്ടുന്ന മഹാപാപി. ഒരു പെണ്ണായിട്ടും അവളുടെ മനസ്സ് മനസ്സിലാക്കിയില്ല. അതൊക്കെ ഇനി എങ്ങനെയാണോ തന്റെ തലയിൽ വന്ന് പതിക്കാൻ പോകുന്നത്? ഒരു പെണ്ണുമായിട്ടും അങ്ങനെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണടച്ച് അതിനൊക്കെ സമ്മതം കൊടുത്തു നിന്നു. എല്ലാം ഓർത്തപ്പോൾ സുമതിക്ക് തന്റെ ദേഹം വിറക്കുന്ന പോലെ തോന്നി. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ സുമതി തുടച്ച് നീക്കിക്കൊണ്ടിരുന്നു. സുമതിയെയും ചീത്ത വിളിച്ചുകൊണ്ട് കിടക്കിയിരുന്ന ജീവൻ. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. ഫൈനാൻസിൽ നിന്ന് മാനേജർ ദിനേശനാണ് വിളിക്കുന്നത്. അത് കണ്ടപ്പോഴേ ജീവന്റെ മനസ്സിടിഞ്ഞു. നല്ലൊന്നും അവിടുന്ന് കേൾക്കാൻ പോകുന്നില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. ദിനേശ, കുറച്ച് കഴിഞ്ഞ് വിളിക്കും, ഞാൻ കുറച്ച് തിരക്കില്ല. ജീവൻ അതും പറഞ്ഞ് ഫോൺ കെട്ടിയാൻ പോയി. അയ്യോ, കട്ടിയില്ലേ ജീവ സാർ, ഇവിടെ ആകെ പ്രശ്നോ? എന്ത് പ്രശ്നം? നമ്മുടെ ഫൈനാൻസ് പൊളിച്ചെന്ന് ആരോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടാത്ത ഏതോ ഇൻവെസ്റ്റേഴ്സ് തണ്ടി ആവാനാണ് സാധ്യത. ഇപ്പോൾ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവർക്ക് നിക്ഷേപിച്ച പൈസ ഒക്കെ തിരികെ വേണമെന്ന്. കുറി വട്ടത്താനായവരും വന്നിട്ടുണ്ട്. ആർക്ക് ഇപ്പൊ തന്നെ പൈസ വേണമെന്ന് പറഞ്ഞ് പണം വയ്ക്കുന്നുണ്ട്. ദിനേശൻ പറയുന്ന കേട്ടപ്പോൾ തന്നെ തല ഇറങ്ങുന്ന പോലെ ജീവന് തോന്നി. ഇനി ഇതിന്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ദിനേശ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുക. ഞാനിപ്പോ ഒരു കാര്യത്തിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. ജീവൻ സാർ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആൾക്കാർ എന്റെ മേലെ കൈവെക്കും. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് സാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിവിടെയുള്ള സ്റ്റാഫ് ഞങ്ങളുടെ പാടു നോക്കി പോകും. ആൾക്കാർ ഇവിടെ തല്ലിപ്പൊളിക്കും. ഒരുപാട് വിലയുള്ള ഫർണിച്ചർ മറ്റു സാധനങ്ങളൊക്കെ ഇല്ലേ, അതെങ്കിലും നശിപ്പിക്കാതെ നോക്കിക്കോ. സാർ എങ്ങനെയും ഇവിടേക്ക് വരാൻ നോക്ക്. ദിനേശന്റെ സ്വരം മാറി തുടങ്ങി. അയാൾ കൈയൊഴിഞ്ഞ് ജീവന് മനസ്സിലായി. കൂടുതൽ കുഴപ്പമുണ്ടാകാതെ താനും നോക്ക്, ഞാനിപ്പോ വരാം. ഫോൺ കട്ട് ചെയ്ത് കുളിച്ച് ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ആളിൽ അച്ഛനമ്മയും സ്വകാര്യം പറയുന്ന ജീവൻ കേട്ടു. ആ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അവന് തോന്നി. ടൗണിലൊക്കെ അച്ഛന് പരിചയക്കാരുള്ളതാണ്. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എടാ മോനെ, ഫൈനാൻസിൽ എന്താണ് പ്രശ്നം? അവർക്ക് കൊടുത്തു തീർക്കാനൊക്കെ പണം നിന്റെ കയ്യിലുണ്ടാവുമോ? നേരത്തെ ഉണ്ടായ പിണക്കൊക്കെ മറന്ന് സുമതി ജീവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. ജീവന കേട്ടപ്പോൾ വല്ലാത്ത അരിശമാണ് തോന്നിയത്. എന്തോ കളിയാക്കുന്ന പോലെ തോന്നല്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വലിയ കാര്യം തിരക്കാൻ വരണ്ട. ദേ, പിന്നൊരു കാര്യം, എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്തയും തള്ളയും കൂടി ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നാലുണ്ടല്ലോ, അച്ഛനാണ് അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. കിട്ടിയെടുത്ത് കാച്ചു ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ചൂണ്ടുവിരൽ ചൂണ്ടി രാഘവനെയും സുമതിയെയും ഒന്ന് ഭീഷണിപ്പെടുത്തി ജീവൻ പുറത്തേക്ക് ഇറങ്ങി. സുമതിയും രാഘവനാണെങ്കിൽ പരസ്പരം നോക്കി. ഇപ്പോൾ നടന്നൊന്നുമല്ല, ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് രണ്ടുപേരുടെയും മനസ്സ് പറഞ്ഞു. മകൻ തങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും അവൻ ആപത്തൊന്നും വരരുതെന്ന് അവർ മനസ്സിൽ തട്ടി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫൈനാൻസിലേക്ക് പോകുന്ന വഴി തന്നെ ജീവൻ വൈദേഹിയെ വിളിച്ചു. വൈദേഹി, എനിക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ട്. ഫൈനാൻസിലാകെ പ്രശ്നമാണ്. എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണത്രേ. അവർക്ക് കൊടുക്കാനുള്ള എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്ന് ഞാൻ ഒരു കണക്കങ്ങോട്ട് അയച്ചു തരും. അത് നീ എനിക്ക് തരണം.
വൈദേഹി ഫോൺ എടുത്തപ്പോൾ ശ്വാസം വിടാതെ ജീവൻ പറഞ്ഞു നിർത്തി. അത് പിന്നെ ജീവ, ഞാനും നോക്കട്ടെ. എന്റെ പൊന്നു വൈദേഹി, നിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് എനിക്കറിയാം. അതിങ്ങോട്ട് താ, ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ കിട്ടുന്ന സ്ത്രീധനത്തിൽ കുറച്ചോളാം. വൈദേഹി ഉരുണ്ട് കളിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായപ്പോൾ ജീവൻ പറഞ്ഞു. അച്ഛനോട് സംസാരിച്ച് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാം. നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുവേ. അവിടെ ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുക. നീ അല്ലാതെ വേറെ ആരുമില്ലെങ്കിൽ ചോദിക്കാൻ നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാൻ ജീവൻ, ഫോൺ വെക്ക്. ജീവന്റെ സംസാരം കേട്ടപ്പോൾ വൈദേഹി ചെറുതായി ദേഷ്യം തോന്നിയെങ്കിലും തന്റെ കാര്യം കൂടെ നടക്കേണ്ടുള്ളതുകൊണ്ട് വൈദേഹി നേരെ ഭൈരവന്റെ അടുത്തേക്ക് ഓടി. ജീവൻ വിളിച്ചവൻ പറഞ്ഞെല്ലാം ഭൈരവനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ഭൈരവനൊന്ന് പൊട്ടിച്ചിരിച്ചു. കൊള്ളാം വൈദേഹി, കൊള്ളാം. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അവൻ ചോദിക്കുന്ന തുക എടുത്തു കൊടുത്തേക്ക്. പകരം നീ പറയുന്ന എന്തു അനുസരിക്കാമെന്ന് അവന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങണം. അതൊക്കെ എന്നോട് പ്രത്യേകം പറയാനുണ്ട് അച്ഛ. വാക്ക് വാങ്ങുക മാത്രല്ല, ഞാൻ പറയുന്നൊക്കെ അതുപോലെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഞാൻ. അച്ഛന്റെ മോളും ഇടുക്കി തന്നെ. നിന്നെ വളർത്തിയതിൽ എനിക്ക് യാതൊരു പിഴവും പറ്റിയിട്ടില്ല. എന്നാ പെട്ടെന്ന് അവനെ വിളിച്ചു പറഞ്ഞേക്കൂ, പൈസ തരാന്ന്. വൈദേഹിയുടെ തലയിൽ വാത്സല്യത്തോളം തഴുകിക്കൊണ്ട് ഭൈരവൻ പറഞ്ഞു. വൈദേഹി അപ്പോൾ തന്നെ ജീവൻ വിളിച്ച് എത്ര രൂപയാണ് ആവശ്യമെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചിടാൻ പറഞ്ഞു. പിന്നെ വൈദേഹി നേരെ ബാങ്കിലേക്കും പോയി. വൈദേഹി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നെ ഒഴിവാക്കുമെന്ന് കരുതിയ ജീവൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പൈസ മുഴുവൻ തരാമെന്നോ? വൈദേഹി തന്നോട് ഇത്രയും സ്നേഹം. തന്റെ ഭാഗ്യത്തിനാണ് മേഘയെ ആവണിയെ ഒഴിവാക്കിയതും വൈദേഹിയെ കൂട്ടായി കിട്ടിയതും. അവളുമാരാണെങ്കിൽ ഇതുപോലെ ചോദിക്കുമ്പോൾ കാശ് എടുത്ത് തരുമോ? അവളുമാരുടെ കയ്യിൽ ഇങ്ങനെ എടുത്തുതരാൻ വല്ലതും ഉണ്ടോ? പിച്ചക്കാരികള്. മേഘയുടെയും ആവണിയുടെയും കാര്യം ഓർത്തപ്പോൾ തന്നെ ജീവൻ പുച്ഛത്തോടെ തന്നെ മുഖമൊന്ന് കൂട്ടി. ഫൈനാൻസ് എത്തിയപ്പോഴേക്കും ജീവന് കുറച്ച് ആത്മവിശ്വാസം കൈവന്നിരുന്നു. ഇനിയിപ്പോൾ ആരാണ് തന്നെ ചോദ്യം ചെയ്യാൻ വരുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ തന്റെ കയ്യിൽ പൈസയുണ്ട്. ഫൈനാൻസിലെ അവസ്ഥ വിചാരിച്ച പോലെ ആയിരുന്നില്ല. മതിലിന് ചുറ്റും ഉള്ളിലും കുറെ ആൾക്കാരും ബഹളവും, കൂടാതെ പോലീസും. അവർക്കിടയിലേക്ക് ഒരു കൂസലുമില്ലാതെ ജീവൻ ഇറങ്ങിച്ചെന്നു. ജീവനെ കണ്ടപ്പോൾ ആളുകൾ അവനൊന്ന് വളഞ്ഞു. പോലീസുകാരുള്ളതുകൊണ്ട് ജീവനാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഊരി ഫൈനാൻസിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞു. ജീവനെ കയ്യിൽ കിട്ടാതെയായപ്പോൾ ആൾക്കാർ ബഹളം വെച്ച് തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു പ്രധാന രാഷ്ട്രീയക്കാരനെയും കുറച്ച് ആളുകളെയും മാത്രം പോലീസുകാർ ഉള്ളിലേക്ക് കയറ്റിവിട്ടു. രാഷ്ട്രീയക്കാർ ആൾക്കാരുടെ പ്രതിനിധിയായിട്ട് വന്നതാണ്. അയാളാണ് ജീവനോട് സംസാരിക്കാനിരുന്നത്. ഇവിടെ ഫൈനാൻസ് പൊളിഞ്ഞിട്ടൊന്നുമില്ല, ഏതോ നാറുകൾ പറഞ്ഞുണ്ടാക്കിയതാ. ജീവൻ വലിയ കാര്യത്തിൽ പറഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരൻ തന്നെ കൂടെയുള്ള ആളുകൾ നോക്കി. പൊളിഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പണം ഇപ്പൊ കിട്ടണം. ഇനി ഈ ഫൈനാൻസായിട്ട് യാതൊരു ബന്ധവുമില്ല. കുറെ നാളായി മനുഷ്യരുടെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ഓരോ ആവശ്യങ്ങൾക്കായി ഇവിടെ പൈസ നിക്ഷേപിച്ചിട്ട് ഒരു ആവശ്യത്തിന് പോലും പൈസ കിട്ടിയിട്ടില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അയാളുടെ അഭിപ്രായം തന്നെയായിരുന്നു മറ്റുള്ളവർക്കും. അല്ലെങ്കിൽ ഈ ഫൈനാൻസ് പൂട്ടാൻ പോവുക തന്നെയാണ്. താൻ വൈദ്യയുടെ ഒപ്പം പോയാൽ പിന്നെ ഇതൊക്കെ ആര് നോക്കിയെടുത്താനാ? പിന്നെ ഉമ്മാരൊക്കെ ഇവിടെ പിടിച്ചെടുത്തിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ നിന്റെയൊക്കെ പൈസ ആർക്ക് വേണോ? നിങ്ങളുടെയൊക്കെ പൈസ 1 രൂപ പോലും കുറേ ഞാൻ തരും. എല്ലാവരുടെയും കണക്കും കാര്യങ്ങളൊക്കെ മാനേജറുടെ കയ്യിലേൽപ്പിച്ചോ. ഇവിടെയുള്ള കണക്കുമായിട്ട് ഒത്തുനോക്കിയിട്ട് ഇന്ന് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണം ഇട്ട് തരാം. വെറുതെ വാക്കാ പറഞ്ഞാൽ പോരാ, ഒപ്പിട്ട് തരണം. ജീവൻ അത്രയ്ക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാർ പറഞ്ഞു. അങ്ങനെ പോലീസുകാരും രാഷ്ട്രീയക്കാരും സാക്ഷി നിൽക്കെ തന്നെ ജീവൻ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവർക്കും പൈസ ഇട്ട് കൊടുക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ദിനേശന്റെ സഹായത്തോടെ കണക്കുകളൊക്കെ ഒത്തുനോക്കി. എത്ര രൂപയാണ് ആവശ്യം എന്നുള്ളത് വൈദേഹിക്ക് ജീവൻ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈദേഹി പണവുമായി എത്തി. ജീവനെ പണം ഏൽപ്പിച്ച് വൈദേഹി തിരികെ പോയി. എല്ലാവർക്കും അവരുടെ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ജീവൻ വലിയ സന്തോഷത്തിലായിരുന്നു. അല്ലെങ്കിൽ ഈ ഫൈനാൻസ് ഒരു ബാധ്യതയായിരുന്നു. നഷ്ടമല്ല, ലാഭമൊന്നും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം പൂട്ടിക്കെട്ടി വൈദേഹിയുടെ ഒപ്പം പുതിയ ജീവിതം ജീവിക്കാനായി പോകണം. ഇനിയാണ് തന്നെ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നത്. ജീവൻ ഒരുപാട് മനക്കോട്ടകൾ കെട്ടി. നാളെ തിരികെ ചെന്നൈക്ക് പോകും. രാവിലെയാണ് ട്രെയിൻ. സിദ്ധാർത്ഥ അതീവ ദുഃഖിതനായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ വല്ലാത്ത വിഷമ സാഹചര്യങ്ങളിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല. വൈദേഹിയുടെ കാര്യം ഒഴിച്ച് വേറൊന്നും അങ്ങനെ സ്ട്രെസ്സായി തോന്നിയിട്ടുമില്ല. വൈദേഹിയുടെ കാര്യത്തിൽ കുറച്ച് വിഷമം അനുഭവിച്ചെങ്കിലും അതിലും വലിയ സന്തോഷം ദൈവം തനിക്ക് തന്നു. തന്റെ മേഘയേക്കാൾ നല്ലൊരു ഇണയെ തനിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. തന്റെ ജീവനും ജീവിതവുമാണ് ഇപ്പോൾ മേഘ. പോവേണ്ടത് അത്യാവശ്യമാണ്. 2 ആഴ്ചകളിൽ തിരിച്ചു വരികയും ചെയ്യാം. പക്ഷെ എന്തോ ഈടും വിട്ട് പോകാൻ മനസ്സ് വരുന്നേയില്ല. മേഘ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയേനെ. അവളുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെയാണ് ഭീതി. അമ്മയ്ക്ക് മേഘയെ ഇവിടെ നിർത്താൻ തീരെ ഇഷ്ടമില്ല. താൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കിടന്ന് പിടക്കുന്ന കണ്ണീരൊഴുക്കുന്നു, അരികിൽ നിൽക്കുന്ന മേഘയെ നോക്കുന്നൊക്കെ കാണാം. എന്താണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന കാണാം. പാവാമ്മ. ഇപ്പോൾ സംസാരിക്കാനാവുമെങ്കിൽ മേഘ ഇവിടുന്ന് കൊണ്ടുപോകാനായിരിക്കും പറയുക. തന്റെ ജാതകത്തിന്റെ ദോഷം മേഘയാണത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അതിന്റെ സമയം അടുത്തിട്ടുണ്ട് പോലും. അച്ഛൻ പറഞ്ഞതായത്. മേഘയോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടും അവൾ അതൊന്നും വിലവെക്കുന്നേയില്ല. താൻ വരുന്നവരെ ഒന്നും വരുത്താൻ അച്ഛൻ അവളെ നോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അമ്മയ്ക്ക് പറ്റിയ അപകടം അതോർത്തപ്പോഴാണ് സിദ്ധാർത്ഥിന് വൈദേഹിയുടെ മുഖം ഓർമ്മ വന്നത്. എന്തൊക്കെയോ അവളെ ചുറ്റിപ്പറ്റി ദുരൂഹതകളുണ്ട്. പോകുന്നതിന് മുമ്പ് ശരിക്കൊന്ന് പിടിച്ച് കൊടയേണ്ടതുണ്ട്. വരട്ടെ, നേരെ ഇരുട്ടട്ടെ. അച്ഛൻ പുറത്തേക്ക് പോകും. അപ്പോൾ വൈദേഹിയുടെ വീട്ടിലേക്ക് പോയി അവളോട് നേരിട്ട് സംസാരിക്കാതെ സിദ്ധാർത്ഥ് കരുതിയിരുന്നു. ഈ സമയം ഭൈരവനും വൈദേഹിയും വേറെ പല ആലോചനകളിലുമായിരുന്നു. വൈദേഹി, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞാൻ പോവും. എന്താ നിന്റെ പരിപാടി? പൂജക്കുള്ള പ്രത്യേക വസ്ത്രങ്ങൾ തന്റെ ബാഗിൽ അടുക്കി വെക്കുന്നുണ്ടെങ്കിൽ ഭൈരവൻ വൈദേഹിയോട് തിരക്കി.
ബലിപൂജകളുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ബലി കൊടുക്കുന്ന സ്ത്രീയെ കൂടാതെ വേറെ നിരവധി സാധനങ്ങൾ പൂജിച്ചെടുക്കാനുണ്ട്. അതിനായി തുരുത്തിലെ തറവാട് വീട്ടിലേക്ക് പോകണം. 7 കറുത്ത പൂവൻകോഴികളുടെ രക്തം, 3 കരിമ്പൂച്ചകളുടെ രോമം കരിച്ചെടുത്ത ചാരം, 11 വവ്വാലുകളുടെ കണ്ണുകൾ, 7 കന്യകളായ സ്ത്രീകൾ നടന്ന വഴിയിലെ മണ്ണ്. വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി ഭൈരവന്റെ സഹായി കരിമാടൻ തുരുത്തിലെ തറവാട് വീട്ടിലായി കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം തറവാട്ടിലെ നിലവറയിൽ നിന്ന് അടയാളം വെച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. കൂട്ടത്തിൽ കരിമാടനെയും. ബലി കഴിയുന്നവരെ കരിമാടൻ ഇവിടെ വേണം. കരിമാടനെ കൊണ്ടുവന്നാൽ നിലവറയിൽ തന്നെ താമസിപ്പിക്കണം. അച്ഛൻ പോയി കഴിയുമ്പോൾ ഞാൻ ജീവനെ വിളിക്കും, ഇങ്ങോട്ടേക്ക് വരാൻ പറയും. കാര്യങ്ങൾ നേരിട്ട് പറയുന്നല്ലേ അച്ഛൻ്റെ ഒരു ശരി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.